അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രതിയുടെ ആത്മഹത്യയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയണം സർ. ഇപ്പൊ എന്തായി? തന്നെ ദൈവം തോൽപ്പിച്ചതാ. ഡെറിക് എബ്രഹാമിന്റെ സർവീസിൽ ആദ്യത്തെ ബ്ലാക്ക് മാർക്ക്. പോലീസിന്റെ പരാജയം പൂർണ്ണമായില്ലേ? കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതി ആത്മഹത്യ ചെയ്ത് നിങ്ങളുടെ ജാഗ്രത കുറവുണ്ടല്ലേ? ഒന്നും പറയാനില്ല. പറയണം സർ. നിങ്ങളല്ലേ ഉത്തരം പറയേണ്ടത്. വിശദീകരണം തരണം സാർ. ജനങ്ങൾ അറിയട്ടെ. സീരിയൽ കില്ലറുടെ ആത്മഹത്യ കെടുകാര്യസ്ഥയുടെ പര്യായമായി കേരള പോലീസ്. കേരളത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ സീരിയൽ കില്ലർ സൈമൺ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ASP ഡെറിക് അബ്രഹാമിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സർക്കാരും ആഭ്യന്തര വകുപ്പും പ്രതിരോധത്തിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് DGP ദീപക് ചരൺ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. ഒന്ന് അനങ്ങി നടക്കടാ. എടോ, തന്നെ കാണാൻ തന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. എടോ, തന്നോടാ, തന്റെ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന്. എനിക്കാരും കാണണ്ട, അയാൾ എന്റെ ആരും. ഓ, അയാൾ എന്റെ ആരുമല്ല, നിന്റെ അനിയൻ പറഞ്ഞതാ. നീ ചെയ്തതിനൊക്കെ ഉള്ള തിരിച്ചടിയായിട്ട് കരുതിയാ മതിയടാ. നിന്റെ ചെയ്ത്തിന്റെ ഫലമൊക്കെ നീ അനുഭവിക്കും. ചെയ്തതിനെ കുറിച്ച് എനിക്ക് പശ്ചാത്തലമൊന്നുമില്ല, ചെയ്യാതിരുന്നതിനെ കുറിച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നിന്റെ നാവിങ്ങനെ കിടന്ന് പൊളയ്ക്കുന്നത്. Okay, fine. നിന്റെ ഇച്ചാനെ പോലെ പോലീസിൽ തന്നെ നോക്കായിരുന്നില്ലേ? ലണ്ടനിലോട്ടുള്ള ട്രെയിനിങ് ലിസ്റ്റ് വന്നാണായിരിക്കും അല്ലേ? ഉണ്ട്, കം. യാ. അപ്പൊ ട്രീറ്റ് എന്റെ വകയാണേ. കൂൾ ബ്രോ. നിനക്ക് വിഷമമുണ്ടോ? അതെ, ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ മിക്കവരും. അങ്ങനെ തോന്നുന്നുണ്ടോ? പുറത്തൊക്കെ പോയി പ്രാക്ടീസ് ആവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നേ നല്ല പൂത്ത കാശാരുടെ ഗെയിമാ. ഇനിയിപ്പൊ ഞാൻ ആഗ്രഹിച്ചാലും എന്റെ ചായൻ കൈക്കൂലി വാങ്ങത്തില്ല. അതിപ്പോ നന്നായി, അല്ലെങ്കിലേ നീ എന്നെ വിട്ടു പോയേനെ അല്ലേ? നീ അത് വിചാരിച്ച സന്തോഷിക്കുവല്ലേ?
നിന്നെ കെട്ടിയിട്ട് നിന്റെ കാശ് കൊണ്ട് ഞാൻ പുറത്തുപോയി പ്രാക്ടീസ് ചെയ്തോളാം കേട്ടാ. അത് കുഴപ്പമില്ല. അപ്പോ ഞാനും കൂടെ ഉണ്ടാവില്ലേ? ആണോ? അല്ല സാറേ, ഞാൻ ഇടക്കൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സസ്പെൻഷൻ പീരീഡ് ഒക്കെ? എനിക്ക് ഇതുവരെ സർവീസിൽ ബ്ലാക്ക് മാർക്കും ഇല്ല. എന്തെങ്കിലും ചെയ്യുന്നവർക്കേ എന്തെങ്കിലും കിട്ടുള്ളൂ. എന്നാ പോക്കാണ് ഇവനൊക്കെ ഏതെങ്കിലും പ്രമുഖന്റെ മോനായിരിക്കുള്ളൂ. പ്രമുഖന്റെ മോനൊന്നുമല്ല, എന്റെ അനിയന. സാറിന് തന്നെയാണല്ലേ നല്ല കൺട്രോള്. പോക്ക് കണ്ടറിഞ്ഞൂടെ? ഏതാണ് പെണ്ണേതാണ്? കുറെ ദിവസമായി തുടങ്ങിയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നോട്. തേക്കാണ്ടിരുന്നാ മതിയായിരുന്നു. അല്ല, സാറിന്റെ ആണല്ലോ അനിയൻ. എന്നിട്ട് ഫിലിപ്പിനോട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ? ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചോട്ടെ? ഓ ഷുവർ. ഓക്കെ ഓക്കെ, ക്യാരി ഓൺ. ശരി. ഞാൻ അറിയാം, പോലീസിലെ പണി. അല്ല, വീട്ടിൽ അടഞ്ഞിട്ടാണോ ഈ കറക്കമൊക്കെ? അതെ. അല്ല, അവൻ എന്നോട് പറഞ്ഞിട്ടില്ല, എല്ലാം പറയുന്നതാണേ. പേടിച്ചിട്ടാവും. എന്തിന്? എന്നെ എന്തിനാ പേടിക്കുന്നത്? ചിലപ്പോ സീരിയസ് അല്ലാഞ്ഞിട്ടായിരിക്കും. ഏയ്, സീരിയസ് ആണ്. ആര്? രണ്ടുപേരും. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, പറ്റിക്കരുത്. താങ്ങൂല, അവൻ പാവം. അത്രയ്ക്ക് പാവൊന്നുമല്ല. ഈ ചായന് ഫിലിപ്പിനെ വലിയ ഇഷ്ടല്ലേ? ആ, പക്ഷേ അലീനയുടെ അത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞൂടാ. എന്നാലും അവനേ ഉള്ളൂ. പോട്ടെ, എനിക്കിഷ്ടായി കേട്ടോ. സാർ, മോനില്ലേ ഇവിടെ? രക്ഷിക്കണം, എനിക്ക് ആകെ ഉള്ളത് അവനാ. നീ ഇത് പുറത്തറിയിക്കരുത്. ആ ഫോറിനേഴ്സിനപ്പുറത്തേക്ക് ഈ കേസ് വരരുത്. മോനെ, ഡെറിക്, ചതിക്കരുത് പ്ലീസ്. സോറി സാർ, സാറിന്റെ മകനെ കസ്റ്റഡിയിലെടുത്തേ പറ്റൂ സാർ. സെൻസേഷണൽ കേസ് ആയതുകൊണ്ട് എനിക്ക് മോളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. സാറിന്റെ മകനും അമലും കൂടെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടി ഒരു ഗോവയിൽ നിന്ന് ക്രിമിനൽസിനെ വരുത്തുകൂടെ ചെയ്തു. അതിനൊക്കെ എവിഡൻസ് ഉണ്ട് സാർ. ഡെറിക്, പ്ലീസ്. അവർക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ. നീ രക്ഷിക്കണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അയ്യോ സാർ, അങ്ങനെ പറയരുത്. എനിക്കെന്റെ ജോലി ചെയ്യണ്ടേ. കുട്ടികളുടെ കൂട്ടുകെട്ട് മോശമാണ് സാർ. ഒരു തിരുത്തൽ നല്ലതാ. അല്ലെങ്കിൽ സാർ ഒരു ഓപ്ഷൻ പറഞ്ഞു. ഇവൻ ഇതിനു മുമ്പ് ഒരു കേസിലും പെട്ടിട്ടില്ല. അവന്റെ ഭാവി ഓർത്തിട്ടെങ്കിലും. അറിഞ്ഞപ്പോ മുതല് ആകെ വിഷമിച്ചിരിക്കുക അവന്റെ അമ്മ. അമ്മമാരെപ്പോഴും അങ്ങനെയാണ് സാർ. പക്ഷെ മക്കളത് ഓർക്കണ്ടേ. ഡെറിക്, പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. അവരെ രണ്ടുപേരെ ഒഴിവാക്കണം. സാർ, ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി. നീ ഡ്യൂട്ടി ചെയ്യാൻ വന്നതല്ലേ? ചെയ്യടാ, നിന്റെ ഡ്യൂട്ടി ചെയ്യ. അവര് പക വീട്ടുകയാണ് എന്റെ അനിയന്റെ ജീവിതം വെച്ച്. എടോ, പലയിടത്തും തനിക്ക് പിഴച്ചു. ചിലയിടത്തൊക്കെ നമ്മൾ കണ്ണടയ്ക്കണമായിരുന്നു, ചിലയിടത്ത് തുറന്നു പറയാതിരിക്കണമായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ അസൈൻമെന്റ് എന്താണെന്നറിയോ? വ്യാജ ID ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുക, വിറ്റ്നസിൻ്റെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പലർക്കും പുതിയൊരു ലൈഫ് കൊടുക്കാൻ, ചിലരുടെയൊക്കെ ലൈഫ് സേവ് ചെയ്യാൻ. IB, റോ, CBI ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റ്സിനെല്ലാം ഇത്തരം ഫോർജ് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. നൗ ഇത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ യെസ്, തെറ്റാണ്. പക്ഷേ മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ ഇത് ശരിയാണ്. ഫോർ എക്സാമ്പിൾ, ഗോവയിൽ പോലീസിനെ സഹായിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ഇൻഫോമർ. അയാളെ ഇപ്പോഴും അവിടുത്തെ ഡ്രഗ് മാഫിയ ഹണ്ട് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ അയാളെ വേറൊരു ഐഡന്റിറ്റിയിൽ, ഒരു ബംഗാളിയുടെ ഐഡന്റിറ്റിയിൽ ദുബായിലേക്ക് അയച്ചു. അപ്പൊ ഇതൊരു നല്ല കാര്യമല്ലേ? പക്ഷെ ഫോർജ്ഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ക്രൈം തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോ ചില കാര്യങ്ങളിൽ ആളുകളെ സഹായിക്കേണ്ടി വരും. യു ഷുഡ് റിമെമ്പർ ദാറ്റ്. ഞാൻ വിചാരിച്ച സാറിന് എന്നെ മനസ്സിലായി കാണുന്നു. ഐ നോ, ഞാൻ ഇത്രയും തന്നോട് സംസാരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഫിലിപ്പിനെ ഇവരെ കുടുക്കുക തന്നെയാ. ബട്ട് there are some questions. അലീനെ കൊല്ലപ്പെട്ടത് എങ്ങനെയാ? അതുപോലെ സാഹചര്യ തെളിവുകൾ മുഴുവൻ ഫിലിപ്പിനെതിരായത് എങ്ങനെയാ? Who is the investigation officer? ഫിലിപ്പിന് അലീനെ എത്ര കാലമായി അറിയാം? 2 വർഷം. അലീനെ മുമ്പ് മർദ്ദിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനങ്ങനെ ചെയ്യില്ല. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അലീനെ മർദ്ദിക്കാറുണ്ടായിരുന്നു?
ഇല്ല. 3 മാസം മുമ്പ് ഫിലിപ്പ് അലീനെ തല്ലിയിരുന്നു. അലീനെ അത് പേരൻസിനോട് പരാതി പറഞ്ഞു. അവരന്ന് തന്നെ ഫിലിപ്പിനെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു, അല്ലേ? അതങ്ങനല്ല. ഞാനന്ന് ദേഷ്യത്തിന് അവളെന്തോ ചെയ്തതാ. പിന്നെ ഇടയ്ക്ക് ഞങ്ങള് വഴക്കിടുമായിരുന്നു. അപ്പോഴേക്കും അവളുടെ അപ്പച്ചനമ്മച്ചും ഇടപെടാറുണ്ട്. അപ്പൊ ആദ്യമായിട്ടല്ല ഫിലിപ്പ് അലീനെ തല്ലുന്നത്, അല്ലേ? അലീനയിൽ നിന്നും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരുന്നു? ഇല്ല. അലീനയുടെ ഗോൾഡ് പ്ലഡ്ജ് ചെയ്ത് ലോൺ എടുത്തിരുന്നില്ലേ? അതെന്തിനായിരുന്നു? അതെനിക്ക് ചെറിയ കടമുണ്ടായിരുന്നു. ഫിലിപ്പിനെ വീട്ടിൽ നിന്ന് ആരും സഹായിക്കാറില്ലേ? അലീനയെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു, കൂടാതെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു, അല്ലേ? ഇല്ല ഇല്ല. Did you have sex? ഫിലിപ്പ്, ചോദിച്ചത് മനസ്സിലായില്ലേ? നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിട്ടുണ്ടോ എന്ന്. ഞാനും ഐസക്കും അവനോട് സംസാരിച്ചിരുന്നു. പുറത്തു തരുന്നതിനെ കുറിച്ചും നിന്റെ സങ്കടവും ഒക്കെ ഞാൻ അവനോട് പറഞ്ഞു. ആദ്യം നിന്നെ കാണാൻ അവൻ സമ്മതമില്ലായിരുന്നു. അവസാനം ഐസക് അവനോട് ഒരുപാട് നേരം സംസാരിക്കുന്നത് കണ്ടു. ഒടുക്കം അവൻ സമ്മതിച്ചു. നീ കരുതിക്കൂട്ടി ചെയ്തതല്ലോ ഒന്നും. അവനത് മനസ്സിലാവും. കർത്താവെല്ലാം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ ചെയ്തിട്ടില്ലെന്ന്. നമ്മുടെ മരിച്ചുപോയ അപ്പനമ്മനെയും പിടിച്ച് സത്യം ചെയ്തതല്ലേ? മോനെ, ഇപ്പൊ ഒന്ന് കരയുന്ന എന്തിനാ? എന്റെ ജീവിതം ഇതിനുള്ളിൽ ഒരുക്കിത്തീരുന്ന എന്റെ സഹതാപം കാണിക്കാനല്ലേ? നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളുടെ യൂണിഫോമിനെയാണ്. ഇനിയിപ്പൊ ഞാനെല്ലാം പുറത്തു തന്നാൽ എന്നെ ഇവിടെ ഒന്ന് തുറന്നു വിടുവോ? ഇല്ലല്ലോ. നിങ്ങളെ കാണുമ്പോ എനിക്ക് പകയാ. ഞാൻ അച്ചായെന്ന് വിളിച്ച് നിങ്ങൾ എന്റെ ജീവിതം തകർത്തേന്, ഒരു കൂടപ്പിറപ്പിനെ സ്നേഹം കാണിക്കാതെ ദ്രോഹിച്ചേന് എനിക്ക് പുറത്തിറങ്ങണം. എന്തിനാണെന്നറിയോ? നിങ്ങളെ കൊല്ലാൻ. ഇത്രയും കാലം നിങ്ങളെ കാണാതെ ഞാൻ നേടിയത് നിങ്ങളില്ലാതാക്കാനുള്ള ധൈര്യമായിരുന്നു. അവനെ നീയും തിരിച്ചറിഞ്ഞല്ലോ അല്ലേ? അവനെന്നും അവന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ മോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. കേട്ടില്ല? ഒറ്റ മോനെ എനിക്ക്. കിഡ്നാപ്പിംഗ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അവന് ഇനി എന്ത് ജീവിതമുള്ളത്? എനിക്കറിയാനല്ല. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയതാ എന്റെ മോൻ. ഒരു പ്രാവശ്യത്തേക്ക് അവനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കെഞ്ചി അപേക്ഷിച്ചിട്ടുണ്ട്. കേട്ടില്ല? ജീവന തുല്യം ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ കൊന്നവനാ ഞാനെന്ന് ആരൊക്കെ പറഞ്ഞപ്പോ വിശ്വസ്തത അയാൾ. എനിക്ക് വേണ്ടി എന്തെങ്കിലും അയാൾ ചെയ്തെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. അയാളില്ലാതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ സഹായിച്ച തിരിച്ച് ഞാനും സഹായിക്കും.
I know you are a sharp shooter. Just finish him off. എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞെടുത്ത് വാ. അവിടെ നിന്ന് നിനക്ക് പറക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരും. ഹൃദയം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല, കണ്ണുകൊണ്ട്, കൈകൊണ്ട്. അങ്ങനെ ജയിൽ ബ്രേക്ക് പാവം 3 പോലീസുകാരുടെ സസ്പെൻഷനിൽ ഒതുക്കി. ഇനി അവന്മാരുടെ 6 മാസത്തെ ചെലവ് എന്റെ അക്കൗണ്ടിലാ. ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ പഴച്ചു. I won't let it happen again. കാര്യം കഴിഞ്ഞാൽ നേപ്പാളിലേക്ക് കിടക്കാം. അവിടെ നിന്ന് തായ്ലൻഡ്. എത്രയും പെട്ടെന്ന് തീർക്കണം. എന്തിനും ഏതിനും ഞാനുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ കൂടെ. എന്നിട്ടും എന്നെ എന്റെ പെണ്ണനെയും. If you move your feet, I'll move my finger. സാർ, രാത്രി 9 മണിയോടെയാണ് സംഭവം. ദൃക്സാക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല. 9:15 പോലീസ് എത്തി. സംഭവത്തിന് ശേഷം ഈ ഏരിയയിലോട്ട് വണ്ടി വല്ലതും കിടത്തിട്ടിരുന്നു? ഇല്ല സാർ. ഫിലിപ്പല്ല കൊലപാതകി. അതിനു പിന്നിൽ അരുണും സൽമാനുമാണെന്ന പുതിയ തിയറിയുമായി ഡെറിക് എന്നെ കാണാൻ വന്നിരുന്നു. ഇതിവിടെ പറഞ്ഞ നിങ്ങൾക്ക് ഗുണമാവെന്ന് ഞാൻ കരുതി. തീർച്ചയായിട്ടും മാഡം. തന്നെ വിശ്വസിക്കാത്ത ചേട്ടനോട് പകയുള്ള ഫിലിപ്പ് തന്നെ വഞ്ചിച്ചവരെയും വെറുതെ വിടില്ല. പ്രതികാരം, അത് മാത്രമാണ് ഇപ്പൊ അവന്റെ മനസ്സിൽ.
ഡെറിക്കിനും അരുണിനും സുരക്ഷ ഒരുക്കണം സാർ. പിന്നെ ഏത് വിധേനയും ഫിലിപ്പിനെ പിടികൂടണം സാർ. ഡെറിക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ? ഇല്ല സാർ, കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ സാർ ഡിസ്ചാർജ് ആയി. ഡെറിക്കുമായിട്ട് സംസാരിച്ചിട്ട് വേണ്ടത് ചെയ്യാം സാർ. സാറിന് ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് ഏർപ്പാടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ രണ്ടുപേരെ നിർത്തട്ടെ സാർ. താൻ എന്നെ അളക്കുവാണോ? സാർ, എസ് പിയുടെ ഓർഡർ ആയതുകൊണ്ട്. അവരേതെങ്കിലും തെളിയാത്ത കേസിന്റെ പുറകെ വിടറോ? പോലീസ് തന്നെ ക്രിയാത്മകമാവട്ടെ. സാർ, അത് എന്റെ മരണത്തെ തടയാൻ ഈ 2 പോലീസുകാർ പോരും. അവനെ കണ്ടാ കൊന്നുകളഞ്ഞേക്കാനായിരിക്കും തീരുമാനം അല്ലേ? കൊല്ലാൻ നടക്കുന്നവനെ പിന്നെ എന്താ ചെയ്യാ? അവനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അവനെ കൊന്നു തീർക്കില്ലേ? ഇരയ്ക്ക് മുറിവേൽക്കാതെ വേട്ടയാടണം. വേട്ടക്കാരന്റെ ശരി ഇരയുടെ തെറ്റും, ഇരയുടെ ശരി വേട്ടക്കാരന്റെ തെറ്റുമാണ്. ഇരയോ വേട്ടക്കാരനോ ആവാതെ പറ്റില്ല. വേട്ടയെങ്കിൽ വേട്ട. എന്താ ഭാഷാശുദ്ധി? കേട്ടിട്ട് കൊതിയാവണം.